രാവിലെ തന്നെ കോട്ടയത്തേക്കാണ് പോകുന്നത്. രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ രാവിലെ 9 മണിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടുന്ന് 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയത്. കറക്റ്റ് ടൈമിൽ എത്താമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പോകുന്ന വഴി ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ടൈം അവിടെ പോയി. ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. ഞങ്ങളവിടെ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. ഇത് കോട്ടയത്തെ കുറിച്ചി എന്ന് പറയുന്ന പ്ലേസാണ് കേട്ടോ. അവിടുത്തെ AVHSS കുറിച്ചി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നത്. പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ദൈവദശക ആലാപന മത്സരമാണ്. അതിപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും നടക്കുന്നുണ്ട്. ചേർത്തലയിലുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കോട്ടയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനൊക്കെയാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഫ്രീ ആയിരുന്നപ്പോൾ അച്ഛൻ ഞങ്ങളെയും കൊണ്ടുവന്നു. എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് എന്തെങ്കിലും കടയുണ്ടോ എന്ന് നോക്കാൻ പുറത്ത് പോയി. ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ ആരും എത്തിയിട്ടില്ല. നമ്മൾ ലേറ്റായി എന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ലേറ്റായിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഓരോരുത്തരായി വരുന്നേ ഉള്ളൂ. നമ്മുടെ ചാണ്ടിയുമ്മൻ സാറാണ് കേട്ടോ ഇവിടെ ഇനാഗ്രേഷൻ ചെയ്യുന്നത്. ഇനി ഇനാഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തു നിന്നും ഓരോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഒരു ഫൈനൽ മത്സരം ഉണ്ടാവും. അതിൽ നിന്നാണ് കേട്ടോ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വിന്നേഴ്സിനൊക്കെ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത്. എല്ലാവരുടെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗുരുദേവൻ്റെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് തന്നെ റിസൾട്ട് പറയും. അപ്പോൾ കുറച്ച് പേരൊക്കെ പോയി, കുറച്ച് പേരൊക്കെ ഇവിടെ തന്നെ നിൽപ്പുണ്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളും റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടൈം ഒരു 2:30 കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഏകദേശം അവിടെ കഴിയാറായിട്ടുണ്ടായിരുന്നു. ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 4 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ പിന്നെ ബിരിയാണി വരാനായിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസുളങ്ങരയിൽ പോകണം. ഇന്ന് കാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കാച്ചുവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്കിനി വൈകുന്നേരം അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ആദ്യം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് വന്ന് കഴിഞ്ഞ് അടുത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബിരിയാണി എത്തിയത്. ഇവിടെ അമ്മയൊക്കെ വിശന്ന് തളർന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും നല്ല വിശന്നിരിക്കുകയാണ്. ഈ ബിരിയാണി ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചേർത്തലയിലൊക്കെ ഇത്രയും ക്വാണ്ടിറ്റി ബിരിയാണി ഇല്ല. സാധാരണ ഞാൻ ഒരു ഫുൾ ബിരിയാണി കഴിക്കാറില്ല. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. പക്ഷേ ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഫുൾ ബിരിയാണി കഴിച്ച് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഒരു ബിരിയാണി ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതും ഇന്നെനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണേലും ബിരിയാണിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്നപ്പോൾ തുരുത്തി വഴിയാണ് കേട്ടോ വന്നത്, ചങ്ങനാശ്ശേരി റൂട്ട്. ഇവിടെ നിറയെ നെൽപ്പാടങ്ങളും പിന്നെ കുറേ ഹൗസ് ബോട്ടും കായലൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴയിൽ എത്തി. ആലപ്പുഴയിൽ SM സിൽക്സിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്കുവിനും കാച്ചുവിനും ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് 2 ബാഗി ജീൻസും ടീഷർട്ട്സും ആണ് നമ്മൾ എടുത്തത്. ഇന്ന് ഈവനിങ് ആണ് കാച്ചുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ. കാച്ചുവിന് ഇപ്പോൾ 8 വയസ്സായി. ഞങ്ങളിങ്ങനെ ചുമ്മാ മിറർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ബാക്കിൽ കൂടെ ഒരു കുട്ടീനെ ശ്രദ്ധിച്ചത്. പണ്ടത്തെ കുഞ്ഞാപ്പനെ കാണാൻ എക്സാക്റ്റ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഞാനും കുഞ്ഞാപ്പനും പിന്നെ ആ കുട്ടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു കാണാൻ. ഇന്ന് എല്ലാവരും നല്ല ടയേർഡാണ്. അമ്മയ്ക്കൊക്കെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് ചായ കുടിക്കാൻ ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ. അവർ 3 പേരുമാണ് ചായ കുടിച്ചത്. ഞാനൊരു ഫ്രഷ് ലൈമാണ് പറഞ്ഞത്. എനിക്കെന്തോ ചായ കുടിക്കാനപ്പോൾ തോന്നിയില്ലായിരുന്നു. അവർ ചായ കുടിച്ച് തീരാറായിട്ടും എൻ്റെ ഫ്രഷ് ലൈം ഇതുവരെ എത്തിയില്ല. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് എനിക്കെൻ്റെ ഫ്രഷ് ലൈം കിട്ടി. അച്ഛനും അമ്മയും കുഞ്ഞാപ്പനും ചായ ലവേഴ്സാണ്. അവർക്ക് തലവേദന വന്നാലൊക്കെ ചായ കുടിച്ചാൽ മാറും.
പക്ഷേ എനിക്കാണെങ്കിൽ ഫ്രഷ് ലൈം കുടിച്ചാലാണ് ഈ പറഞ്ഞ തലവേദനയൊക്കെ മാറും. അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നാൽ അവരുടെ ആ സ്പെഷ്യൽ കട്ട്ലൈറ്റും കൂടെ കഴിക്കണമല്ലോ. പക്ഷേ ഇന്ന് കഴിക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി ഉണ്ടല്ലോ, അത് കുറേ ഉണ്ടായിരുന്നു. പറ്റുന്നത്രയും ഞാൻ കഴിച്ചു. എന്നാലും കുറച്ച് മിച്ചം വന്നു. അത് കഴിച്ചിട്ട് ഇപ്പോഴും വയറ് ഫുള്ളാണ്. അതുകൊണ്ട് അത് കഴിച്ചില്ല. ഇനി നേരെ പോകുന്നത് കണിച്ചുളങ്ങരയിലേക്കാണ്. അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആനയാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചോക്കോപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ. കാച്ചു അവിടെ ഫ്രണ്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ മിഠായി കൊടുക്കുവാണ്. ഇനിയിപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. സാധാരണ എപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചാലും ഞങ്ങളായിരുന്നു കേട്ടോ ലേറ്റായിട്ട് വരുന്നത്. ചിലപ്പോഴൊക്കെ വർക്കിംഗ് ഡേയ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ രാത്രിയാവും എത്തുമ്പോൾ. ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ, രാവിലെ വരണമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴാണ് എത്താൻ പറ്റിയത്. എന്നാലും സാധാരണ വരുന്നതിനേക്കാളും നേരത്തെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുട്ടീസൊക്കെ ഗെയിം കളി തുടങ്ങി. കാച്ചു മാത്രം ഗെയിമൊന്നും കളിക്കുന്നില്ല കേട്ടോ. അവൻ ഗെയിമിൻ്റെ വീഡിയോ യൂട്യൂബിലെടുത്ത് കണ്ടുകൊണ്ടിരിക്കുവാണ്. കുഞ്ഞാപ്പൻ വന്നപ്പോൾ തന്നെ അവരുടെ കൂടെ ഗെയിം കളിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു. ഫ്രീ ഫയർ ആണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പോസ്റ്റായിരുന്നു. ഇവർക്ക് ഈ ഗെയിം കളി തന്നെയായിരുന്നു പണി. കാച്ചു ആണെങ്കിൽ എൻ്റെ മടി കിടന്നുകൊണ്ട് ഗെയിമിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുവാണ്. എങ്ങനെ കളിക്കണം എന്നവൻ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോകാമെന്നും പറഞ്ഞ് മാമൻ വിളിച്ചു. കേക്ക് വാങ്ങാൻ പോവാൻ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കേക്ക് ഷോപ്പ് അടുത്ത് തന്നെയാണ്. കയറിയപ്പോൾ തന്നെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ നോട്ടമിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. കാച്ചു ആണെങ്കിൽ കയറിയപ്പോൾ ചോക്ലേറ്റ് സെക്ഷനിലേക്കായിരുന്നു നോട്ടം. അത് കഴിഞ്ഞിട്ട് അവൻ മാമനോട് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറി മിൽക്ക് സിൽക്ക് അങ്ങ് വാങ്ങിച്ചു. അവൻ്റെ ബർത്ത്ഡേ കേക്കിനെക്കാളും അവൻ്റെ ഹാപ്പിനെസ് ആ ഡയറി മിൽക്ക് കിട്ടിയപ്പോഴായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഡയറി മിൽക്ക് എൻ്റെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. കാച്ചു അങ്കുവും ഡ്രസ്സൊക്കെ മാറി റെഡിയായി. ഇവിടെ എന്തോ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അവർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റീലെടുക്കാനുള്ള പ്രാക്ടീസിലായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടാണ്. കാച്ചുവിൻ്റെയും കേക്കിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കലാണ് പണി. കാച്ചു അതിനു വേണ്ടി ബർത്ത്ഡേ ക്യാപ്പൊക്കെ വെച്ച് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫുഡ് കഴിക്കലാണ് നെക്സ്റ്റ് പരിപാടി. ഇവിടെ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ബീഫ് കറി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. ഇടിയപ്പം ഈസ് മൈ ഫേവറേറ്റ്. അതുകൊണ്ട് ഞാൻ ഇടിയപ്പമാണ് കേട്ടോ എടുത്തത്. ഇടിയപ്പവും പിന്നെ ചിക്കൻ കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി പോയി തുടങ്ങി. ഞങ്ങളും ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി ട്രെയിൻ വന്നു. കുറച്ച് നേരം അവിടെ പോസ്റ്റായി. പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയി വരാം. ബൈ ബൈ.